കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് സിഹിയോൻ മാളികയിൽ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും യേശുവേ ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും
ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിന് പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഈ 2 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതിലൊരു ഘടകം എന്ന് പറയുന്നത് അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. രണ്ടാമത് അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ഈ 2 കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിന് ആധ്യാത്മിക ആചരിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. ഇത് തുടരണമെങ്കിൽ 2 കാര്യവും 50-50 എങ്കിലും വേണം. ഒന്ന്, അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയെക്കുറിച്ച് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാകണം. രണ്ടാമത്, ആ അറിവ് ആപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. കിട്ടിയിരിക്കുന്ന അറിവ്, എല്ലാ അറിവുകളും എന്തിനാണ്? പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രയോഗിച്ച് ഫലവത്തല്ലാത്ത അറിവുകൾ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ഉടമ്പടിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അത് പ്രയോഗിച്ചിട്ട് അതിൻ്റെ അനുഭവ തലങ്ങളിലേക്ക് പോയി സാക്ഷ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ്. ഉടമ്പടി ധ്യാനം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലവ് ലെവല് എങ്ങനെ ഒരാളിനെ, ഇപ്പോൾ 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്, ദൈവമായിട്ട് 0 ലവ് ഫ്രഷ് അനുസരിച്ച് ചിലത് അങ്ങനെയാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഐഡിയ പോലും ഇല്ലാത്ത 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്. അപ്പോഴവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അറിവിനേക്കാളുപരി അനുഭവങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നോൺ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അവർ അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് 0 ലവ് ലെവലാണ്. 0 ലവ് അറിവിൻ്റെ കാര്യത്തിൽ അറിവ് അത്ര കണ്ട് വലിയ വിശ്വാസത്തെക്കുറിച്ചുള്ള, അവർക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. പിന്നെ അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗം, ദൈവത്തിന് അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള മാർഗം എന്താ? അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ അനുഭവങ്ങൾ കിട്ടുന്നതിനേക്കാളുപരി നിങ്ങളുടെ പാഠം വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവങ്ങൾക്ക് വേണ്ടിയല്ല കെട്ടിത്തൂങ്ങി മരിക്കേണ്ടത്. എന്തു ചെയ്യണം? അറിവ് തരാൻ പറയണം. രണ്ടുപേർക്കും 2 ഒരേ സ്ഥലത്താണെങ്കിലും ഒരു സിംഗിൾ റൂഫിലാണെങ്കിലും 2 ആവശ്യങ്ങളാണ്. ഫ്രഷ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് അനുഭവങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും. മറ്റുള്ളവർ ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. അതാണ് വിഷയം. അതിൻ്റെ വരുന്ന പ്രശ്നം, ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ? എന്താ? ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. പണ്ട് പീലിപ്പോസിനോട് ചോദിച്ചില്ലേ, പീലിപ്പോസേ, ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ മനസ്സ്. അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈശോ. അത് ഇവിടുത്തെ കാത്തലിക്സിനോടും ക്രിസ്ത്യൻസിനോടും ഈശോ ചോദിക്കുന്നുണ്ട്.
നിങ്ങളൊരു അറിവ് ഒരു അനുഭവത്തിന് വേണ്ടി കെട്ടിച്ചാടുമ്പോൾ കർത്താവ് ഈ പാസേജ് ചോദിക്കും നിങ്ങളേക്ക്. ഒന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങൾ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങളാണ്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ അതായത് ആ ചോദ്യത്തിൻ്റെ എല്ലാ വിഷയവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അനുഭവത്തിന് വേണ്ടി വർഷങ്ങൾ ദൈവത്തിൻ്റെ ഈ വിശ്വാസം ജീവിച്ചിട്ടും ഒരു അനുഭവം കിട്ടാത്തതിൻ്റെ ഇപ്പോഴുള്ള വിഷയത്തിന് ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന കുറക്കുകയോ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശൈത്യം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അസസ്മെൻറ്റ് നെഗറ്റീവിലേക്ക് പോകും. അതെപ്പോഴും ഓർക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് സ്പിരിച്വാലിറ്റി ഈസ് എ ഇൻ്റലിജൻറ്റ് ബിസിനസ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വിനിമയം, ബിസിനസ് വെച്ചാൽ മോശം കച്ചവടം എന്ന അർത്ഥത്തിലല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് ഈ വിഷയത്തിൽ ഒരു അഭിമുഖത്തിന് സമയം കുറിക്കണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ഈ വിനിമയത്തിൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടെ നയതന്ത്രത്തിനൊന്നും ബലമില്ല. കാര്യം നയതന്ത്രം എന്ത് പറഞ്ഞാലും ആ നയതന്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടും. ചില ആൾക്കാർ മൗനമായിരിക്കും. അപ്പോഴും നിങ്ങളുടെ മനസ്സ് അവർക്കെതിരാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് സൈലൻസ് കീപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പറഞ്ഞത് വേണ്ട, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കും. അത് മനുഷ്യന്മാരോട് നമുക്ക് അങ്ങനെ ചെയ്യും. ഡിപ്ലോമാറ്റിക് സൈലൻസ് മനുഷ്യനോട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേണ്ട, ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ അവസാനം എന്ന് പറയും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റത്തില്ല. ഉടനെ ഫേക്ക് നടിച്ചു വരും. ദ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഫേക്ക്. ഇയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഇനി മേൽഗതിയില്ല എന്ന് പറയും. അത് ദൈവമായിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ വിഷയങ്ങളും. അല്ല ഒന്ന് വിചാരിച്ച് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പറയുന്നത്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ ഞാനത് അറിയുന്ന ഒന്നാണ്. കാരണം ഈ ചിന്ത ദൈവം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒരു ചിന്ത നിൻ്റെ മുമ്പിൽ. 139 സങ്കീർത്തനം. ശ്രുതികട്ടെ ഹല്ലേലൂയ. 139 സങ്കീർത്തനം 4 തിരുവചനം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ആദ്യം ദൈവത്തെ നമ്മൾ അടിച്ചു വരും. ഈ സാധനം നിങ്ങൾ പറയണത് അടിച്ച് മനസ്സിൽ ഇരിക്കണത് തമ്മിൽ രണ്ടാണെങ്കിൽ നിങ്ങളെ ഫേക്ക് എന്ന് പറയും, കാപട്യം എന്ന് പറയും. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം കാപട്യം ഉള്ളവർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. ബേസിക്കായിട്ട് കാപട്യമുള്ള ആൾക്കാരുണ്ടാവില്ല. എല്ലാ കാര്യവും മതിൽ ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടി വരുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെയാണ് പഠിച്ചിരിക്കണത്. ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു കാര്യം നേരെ ചൊവ്വേ പറയണത്. എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നേരെ ചൊവ്വേ പറയും. ചില ആൾക്കാർ പറഞ്ഞില്ലെന്ന് വരുത്തും, പറഞ്ഞെന്നും വരുത്തും, കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പണിപിടി കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ടുള്ള, അതായത് ഡീൽ ഓർ നോട്ട് ഡീൽ പോലെയാണ്. അതാണ് വിഷയം. നമുക്ക് രണ്ട് ഒരു അംബിഗസ് ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡീലിങ്സും സത്യസന്ധമാകാൻ വേണ്ടി നോക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള അങ്ങയോടുള്ള എല്ലാ വിനിമയങ്ങളും സത്യസന്ധമാകാനും സത്യസന്ധമാകുവാനും ആ സത്യം എനിക്ക് കേടായി ഭവിച്ചാലും അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കഷ്ടം സഹിച്ചും വചനം പാലിച്ചു മുന്നേറുവാൻ ഈ ആരാധനയോടെ ദൈവത്തിന് വേണ്ടി സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ഒരു ദൂരം മാത്രമേ നമ്മളും നമ്മുടെ ഉടമ്പടി നിയോഗവുമായിട്ടുള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, അങ്ങേ അവകാശോഹരിയുമായ അങ്ങയുടെ വിശുദ്ധ കുരിശിനെ വീണ്ടെടുക്കപ്പെട്ട ആ കുരിശിന്റെ രക്ഷയിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുള്ളതിൻ്റെ അവകാശമോഹരിയുമായ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ, സ്വർഗം തുറക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറുപാടുന്ന വലതുകരം, അണിപ്രതാടുന്ന അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം അങ്ങയുടെ മക്കളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപെശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ പെശികളിലും, കൊശങ്ങളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റു രോഗങ്ങൾ, മുഴകൾ, ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മനോരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. സദയം തുടരെ സുഖമായി സദയം തുടരെ സുഖമായി. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങള്, അടഞ്ഞു കിടക്കുന്ന തൊഴിൽ സംരംഭങ്ങള്, ജപ്തി മൂലം, കടം മൂലം പൂട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങള് യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, രോഗികള്, കർത്താവേ, മക്കളില്ലാത്തവര്, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അവളുടെ അടിവയറ്റിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇനി മക്കൾ ഉണ്ടാവത്തില്ലെന്ന് വൈദ്യശാസ്ത്രം എഴുതി തള്ളിക്കളഞ്ഞവരെ കർത്താവിന്റെ നാമത്തിൽ വന്ധ്യകളെ കർത്താവിന്റെ നാമത്തിൽ ഗർഭം ധരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
മുട്ട നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ മക്കൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴേ ഡോക്യുമെൻറ്റുകൾ ശരിയാകാനുള്ളത്, കേസുകളാണ്, ജയിലിലകപ്പെട്ടവരെ, അന്യനാടുകളകപ്പെട്ട് പോയവരെ, യാത്രാ വിലക്കുള്ളവരെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗർഭിണികൾക്ക്, ഗർഭശിശുക്കൾക്ക് കുഴപ്പങ്ങളുള്ളവർ വയറെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഈ നിമിഷം ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നു, അമ്മയെ സുഖപ്പെടുത്തുന്നു. മുട്ടുകാലുകളും കണ്ണങ്കാലുകളും ഒക്കെ സ്വാധീനം കുറഞ്ഞവർ, ലിഗമെൻ്റ് പൊട്ടിയവർ, പല ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പേരിൽ സ്വാധീനക്കുറവ് വന്നവർ, അവരെല്ലാം തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കണ്ണിന് കാഴ്ച ഭംഗിയവർ, മുക്കിന് ദശ വളരുന്നവർ, സയൻറ്റിസ്റ്റിൻ്റെയും വിട്ടുമാറാത്ത തലവേദനയുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന നിന്റെ തിരുമുറിവാർന്ന ഭരത്തകരം വാണിപ്പെടുത്താവുന്ന അത്ഭുതകരം അവരുടെ മക്കളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിപ്പിടപെടെ വൈതാക്കാല ദൈവികമായ ശക്തി മക്കളെ അടിച്ചിറങ്ങട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദത്തിന് സമയമാണ്. ശൈവലി വർജന വെടിപാടുകൾക്ക് നന്ദി പറയുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ കന്യകേ നിന്നുദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. കന്യകേ നിന്നുദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. നിന്നാത്മാവി